പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ. ഗസ്റ്റ് ഹൗസിലേക്ക് അദ്ദേഹം എത്തുകയാണ്. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇരുവശത്തും തിങ്ങി നിറഞ്ഞ BJP പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്ക് നേരെ കൈവീശിക്കൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ റോഡ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അദ്ദേഹത്തോടൊപ്പം തുറന്ന വാഹനത്തിലുണ്ട്. ശക്തമായ സുരക്ഷയ്ക്കിടെയാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഇപ്പോൾ കൊച്ചി നഗരത്തിലൂടെ കടന്നു പോകുന്നത്. KPCC ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയാണ്. അതൊരു കിലോമീറ്റർ പിന്നിട്ട് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. S. വിജയകുമാർ കൂടി വിവരങ്ങൾ വായിച്ചേരുന്നുണ്ട്. വിജയകുമാർ. ഉന്മേഷ്, 1 കിലോമീറ്ററും 300 മീറ്ററും എന്നതായിരുന്നു ദൂരക്രമം. അത് കൃത്യമായി ഏതാണ്ട് അത് പാലിക്കുന്നു. അതിലെ ആ റോഡിലേക്ക് നേരത്തെ തയ്യാറാക്കിയ വീതിയിലൂടെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലോ കോളേജിന് മുൻവശത്തുകൂടി ഗസ്റ്റ് ഹൗസിൻ്റെ പ്രധാനപ്പെട്ട വഴിയിലേക്ക് കടന്നിട്ടുണ്ട്. ഏതാനും മീറ്ററുകൾ മാത്രം ഇനി കഷ്ടിച്ച് ദൂരമുള്ളൂ. പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നമ്മൾ നിന്ന പല ഭാഗങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന പ്രവർത്തകർ കൂട്ടത്തോടെ ഇപ്പോൾ ആ ഗസ്റ്റ് ഹൗസിൻ്റെ ഭാഗത്ത് അവരെ തടഞ്ഞിരിക്കുന്ന അനുവാദമുള്ള സ്ഥലത്തേക്ക് കൂടുതൽ പ്രവർത്തകർ പോകുന്നുണ്ട്. അങ്ങനെ വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. പോലീസ് അവരെ തടഞ്ഞ് അവിടേക്ക് ഒരു വലിയ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി ഉള്ള ക്രമീകരണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ യാത്ര തുടങ്ങിയ, അതായത് റോഡ് ഷോ തുടങ്ങിയ സ്ഥലത്ത് ആ ബാരിക്കേഡിന് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നവർ അവരവിടെ നിന്ന് തിരികെ നടക്കാൻ തുടങ്ങിയതാണ് ഈ ഗസ്റ്റ് ഹൗസ് ഭാഗത്തേക്ക് വീണ്ടും പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി. ഒരു വലിയ തിരക്ക് ആ ഭാഗത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവിടേക്കുള്ള യാത്ര ഇപ്പോൾ പോലീസ് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡ് നിറഞ്ഞ ആളുകൾ ഇങ്ങനെ ആ ഭാഗത്തേക്ക് പോകുന്നത് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്ന് കരുതുന്നു. ഏതായാലും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ പ്രധാനപ്പെട്ട ഗസ്റ്റ് ഹൗസിന്റെ തൊട്ട് സമീപം എത്തിയിട്ടുണ്ട്. നോക്കൂ, ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇരുഭാഗത്തും വലിയ ആവേശത്തോടെ പ്രവർത്തകർ പ്രധാനമന്ത്രിയെ പൂക്കൾ വിതറി സ്വാഗതം ചെയ്യുന്നു. മോദി മോദി വിളികളോടെ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ജനക്കൂട്ടം, ജനസഞ്ചയം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കൊച്ചി നഗരത്തിൽ ഇന്ന് ഉച്ച മുതലെത്തിയിരുന്നു. അവർക്കിടയിലൂടെയാണ് വലിയ ആവേശത്തോടെ പ്രധാനമന്ത്രി നടന്നു പോകുന്നത്. ഈ രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ നടക്കുന്ന വേദിയിൽ ഇരു കൈകളും ഉയർത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നത് പോലെ ആ നിലയിൽ വലിയ ആവേശത്തോടെ പ്രധാനമന്ത്രി പ്രവർത്തകരെ പലതവണ അഭിവാദ്യം ചെയ്യുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വളരെ അഗ്രസീവായ എന്ന് വെച്ചാൽ വളരെ ആവേശത്തോടെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആൾക്കൂട്ടം എന്നത് ഈ കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സ്ഥിരമായി ഇപ്പോൾ ഉണ്ടാകാറുണ്ട്. അത് സംഘടനാ തലത്തിലൊക്കെ BJP സംസ്ഥാന ഘടകം അത് ഉറപ്പുവരുത്താറുമുണ്ട്. ഇത്തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. വലിയ ജനസഞ്ചയം പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി എറണാകുളത്തേക്ക് എത്തിയിരുന്നു. KPCC ജംഗ്ഷൻ മുതൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഗസ്റ്റ് ഹൗസിന് സമീപമുള്ള വഴിയുടെ ഇരുവശങ്ങളിലുമായി ബാരിക്കേഡ് തീർത്ത് ഈ പ്രവർത്തകരെ ഇന്ന് അവർക്ക് പ്രധാനമന്ത്രിയെ കാണുന്നതിനും അഭിവാദ്യം അർപ്പിക്കുന്നതിനുമായി അവസരം ഒരുക്കിയിരുന്നു. അവരുടെ ആവേശങ്ങൾക്കിടയിലൂടെ, മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ പൂക്കൾ വിതറി പുഷ്പവൃഷ്ടി നടത്തി പ്രധാനമന്ത്രിയെ കൊച്ചി നഗരം സ്വാഗതം ചെയ്യുകയാണ്. BJP പ്രവർത്തകർ സ്വാഗതം ചെയ്യുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്ക് കൂടിയ ഭാഗത്ത് ഇപ്പോൾ പ്രധാനമന്ത്രി വിജയകുമാറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.